കളിക്കിற പോയി ஆக்சுவலி நான் இப்படி எடுத்திருக்கணும். ചെങ്ങൈ ഇവിടുത്തെയാണോ? ഇത് സൺസെറ്റിന്റെ വ്യൂ നൈസാണ്. ജിയോ നമ്പറിൽ ഒരുമാതിരി നമ്മൾ പിക്ചറിലൊക്കെ കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്തിട്ട് ഇടില്ലേ, അതുപോലെ ഉണ്ട്. ഒന്നും ചെയ്യണ്ട, റോ ആയിട്ട്. വീഡിയോയിൽ എത്ര അറിയുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ നൈസാണ്. ലൈക്ക് നേരിട്ട് കാണുമ്പോൾ ഒരുമാതിരി നമുക്ക് ആ മറ്റേ പെയിൻറ്റിങ്സിലൊക്കെ ഉണ്ടാവുന്ന പോലെ ഒരു വ്യൂ ആണ്. കണ്ണിന് ഭയങ്കര റിലാക്സിങ് ആണ്. ഇപ്പോൾ ഏതെങ്കിലും ബീച്ചിൽ ചുമ്മാ പോയി ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഒരു കഫേ, ഇവിടെ വരുമ്പോൾ ആകെ കൂടെ എനിക്കൊരു ഒറ്റ പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ക്രിസ്റ്റഫ കഫേയാണ്. സോ നൈസായിട്ട് അവിടെ പോയിട്ട് ഡിന്നർ കഴിക്കുക. സോ അതാണ് ഇപ്പോൾ ഇന്നത്തെ പ്ലാൻ. കൂടുതലായിട്ട് അങ്ങനെ കുറേ കിടന്ന് തെന്നാനുള്ള ഒരു പ്ലാൻ ഇപ്രാവശ്യം ഞാൻ ഒന്നും മുന്നോട്ടിട്ടില്ല. കാരണം ഐ വോണ്ടഡ് ടു ബി വെരി റിലാക്സിങ്. ചുമ്മാ അങ്ങോട്ട് കുറേ കണ്ടു എന്നുള്ളൊരു ഇതല്ലാതെ, ഓടി കളിച്ചു എന്നല്ലാതെ നൈസായിട്ട് പീസ്ഫുള്ളായിട്ട് ചുമ്മാ വന്നു പോയി എന്നുള്ളൊരു ഇതിൽ നിൽക്കാനാണ്. സോ അതുകൊണ്ട് അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണിപ്പോൾ. സോ അവിടെ പോയിട്ട് കാണാം. ബൈ. അങ്ങനെ നമ്മളിപ്പോൾ റൂമിൽ നിന്ന് മെയിൻ ബീച്ചിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പോൾ മെയിൻ ബീച്ച് ആക്ച്വലി ഇവിടെ ഈ ഇറക്കം കഴിഞ്ഞ് താഴത്തുനിന്ന് നമുക്ക് നടന്നു പോകാനുള്ള വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ ബൈക്കിൽ പോകുന്നതുകൊണ്ട് വേറൊരു റൂട്ടിൽ വേണം പോകാൻ. നമ്മൾ പോകേണ്ട കഫേയും കൂടെ കുറച്ച് അപ്പുറത്തെ സൈഡാണ്. പോകുന്ന വഴി ഈ താഴത്തുണ്ടല്ലോ ഫുള്ള് ഇതുപോലെ ഷോപ്സാണ്. ആക്ച്വലി ഞാനിത് കുറച്ച് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ലേറ്റായിട്ടാണ്. പക്ഷേ ആ ലെയിൻ മൊത്തം എന്താ പറയുക ഇങ്ങനത്തെ ഷോപ്സാണ്. അതും ഈ നൈറ്റ് ഉണ്ടല്ലോ, നൈറ്റ് ഈ രണ്ട് സൈഡ് ഈ ഷോപ്സ് കംപ്ലീറ്റ് ലിറ്റ് ആയിരിക്കും. സോ ഇറ്റ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ വ്യൂ. അപ്പോൾ നമ്മൾ അങ്ങനെ നേരെ പോയതായിരുന്നെങ്കിൽ നമുക്ക് നേരെ നടന്നു പോകാനുള്ള ബീച്ചിലോട്ട് അങ്ങോട്ട് ഇറങ്ങായിരുന്നു. ഇതിപ്പോൾ നമ്മൾ വേറെ വഴി ആയതുകൊണ്ട് നമ്മളിങ്ങനെ നേരെ വന്നു. ആക്ച്വലി മാപ്പിൽ കാണിക്കുന്നത് നേരെ പോകാനാണ് കേട്ടോ, പക്ഷെ നേരെ വഴിയില്ല. അതേ അവിടെ മൊത്തം എന്തോ കൺസ്ട്രക്ഷൻ പരിപാടികൾ നടക്കുകയാണ്. നേരെ പോയാൽ നേരെ കുണ്ടിച്ചാടാം. അതുകൊണ്ട് എപ്പോഴും മാപ്പിനെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. സോ ഞങ്ങൾ ഇന്നലെ ഈ റൂട്ടിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടി. അതുകൊണ്ട് ഈ വഴി ആയിരിക്കും എന്ന് വെച്ചൊരു പോക്ക് അങ്ങ് പോവാം. ഈ പാട്ട് കുക്കാറില്ല, ഞാൻ വലിച്ചിട്ട് അപ്പോൾ അതേ നേരെ ഞങ്ങൾ മാപ്പൊക്കെ ഏകദേശം സെറ്റാക്കിയിട്ട് ഒരു വഴിക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം നേരെ കാണുന്നത് ബീച്ചാണ് കേട്ടോ. അത് കംപ്ലീറ്റ് ബീച്ചാണ്. ഞാൻ മറ്റേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ മേലെന്ന് മറ്റേ റൂമിൻ്റെ അടുത്തുനിന്ന് കാണിച്ച ബീച്ച് ഇതാണ്. ആ കളറ് നോക്കിയാൽ അടിപൊളിയല്ലേ, ലൈക്ക് സൂപ്പറാണ്. ഇങ്ങനെ കാണാൻ തന്നെ ഒരു ഭയങ്കര രസമാണ്. എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എത്ര നേരം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ എന്നിട്ട് ചെറിയ റോട്ട് കൂടെയൊക്കെ കയറി. ഇപ്പോൾ അത് കയറി കഴിഞ്ഞാൽ വരുമ്പോഴും ഈ സ്ഥലം ഇങ്ങനത്തെ സ്ഥലമായിരുന്നു കേട്ടോ. എനിക്ക് ഗോവ പോയപ്പോഴും അതെ, ഇതുപോലെ കുറേ ഏരിയാസ് കാണാൻ പറ്റി. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയും കുറേ ഇംഗ്ലീഷുകാരെ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നാട്ടിൻപുറത്ത് നമ്മൾ എന്താ പറയുക ഇടവഴി കൂടെയൊക്കെ പോയില്ലേ, ആ ഒരു സെറ്റപ്പാണ്. ഐ മീൻ അതേപോലെയുള്ള ഒരു വ്യൂ അല്ലേ കാണുന്നത്. അപ്പോൾ അതേ ഇങ്ങനത്തെ പെട്ടിക്കടകൾ കാണുന്നുണ്ട്, പകുതി എന്താ പറയുക വർക്ക് കഴിഞ്ഞ കുറേ വീടുകൾ, ബിൽഡിങ്സ്, പിന്നെ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ ഒരു പാടം അല്ലെങ്കിൽ ഇങ്ങനത്തെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ. പിന്നെ ആ റോഡ് തന്നെ കാണാൻ അങ്ങനെയുള്ളത്. നമ്മൾ നാട്ടിലിതുപോലെ എവിടേക്കെങ്കിലുമൊക്കെ ഇടവഴി കൂടെയൊക്കെ പോകുന്ന ആ സെയിം ഫീലിംഗ് ആണ് വരുന്നത്. അപ്പോൾ അത് നേരെ നോക്കിക്കഴിഞ്ഞാൽ കളറ് കാണുന്നുണ്ടല്ലോ, ആ കളറ് കണ്ടാൽ അറിയാൻ നേരെ ബീച്ചാണെന്നുള്ളത്. അത് ക്യാമറയിൽ നല്ല രസമുണ്ട് അത് കാണാൻ. നേരിട്ട് ഇതിലും ഭംഗിയാണ്. ഇതിപ്പോൾ ഇവിടെ ഒരു നമസ്കാരം കഫേ ഉണ്ടല്ലേ, ഓ എൻ്റെ പൊന്നോ, ഞങ്ങൾ അതിൽ കഴിക്കാൻ കയറിയായിരുന്നു.
ഒരുമാതിരി ഊള ഫുഡ് എന്ന് പറഞ്ഞാൽ ഊള ഫുഡ്. ഗോകർണ മൊത്തം ഇത് അങ്ങനെ ഊളാന്ന് ഞാൻ പറയണമെങ്കിൽ തന്നെ അത് അത്രയും മോശമായിരിക്കും. അത്രയും മോശമായിട്ടുള്ളൊരു ഫുഡായിരുന്നു. പക്ഷെ നല്ല വെറൈറ്റി ഉണ്ടായിരുന്നു. ആകെ അവിടെ പോയിട്ട് ഒരുമാതിരി ഗതികെട്ട അവസ്ഥയായിപ്പോയി. ബട്ട് യാ ലീവിങ് ദാറ്റ്. അങ്ങനെ നമ്മൾ ബീച്ച് എത്തിക്കഴിഞ്ഞു. നമ്മൾ ഈ ഭാഗത്തോട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിരുന്നു, ഈ സൈഡ് ഓഫ് ബീച്ചിലാണ് നമ്മുടെ കഫേ ഉള്ളത്, ചെക്കേഴ്സ് ഷഫർ കഫേ ഉള്ളത്. സോ അവിടേക്ക് പോകണത് എൻ്റെ മെയിൻ ഇതായത് കൊണ്ട് സോ വി ആർ ഹിയർ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം ബീച്ചിൽ നിന്നിട്ട് വിൽ ബി ഗോയിങ് ടു ദ കഫേ ലേറ്റർ ഫോർ ഡിന്നർ. ദാറ്റ് ഈസ് വാട്ട് അവർ പ്ലാൻ ഇസ്. நான் சொல்ற போது நடந்து போவோம். ஓகேல ലൈറ്റ് സൂപ്പറായിട്ടേ. ബാഗിന്റെ കളർ പൊളിച്ചില്ലേ, അതും വൈറ്റ് കളറിന് പക്ക ആയിട്ടുണ്ട്. ലൈക്ക് ബാക്ക്ഗ്രൗണ്ടും ഡ്രസ്സിന്റെ കളറും. അങ്ങോട്ട് തിരിഞ്ഞാൽ ലൈറ്റ് പോകും. സ്റ്റിൽ ഗുഡ്. ஆக்சுவலி நான் இப்படி எடுத்திருக்கணும். ലൈറ്റ് മൊത്തം പോയി. അപ്പോൾ ഏകദേശം നന്നായി ഇരുട്ടി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ലെറ്റ്സ് ഗോ ഫോർ ഡിന്നറിന്. അപ്പോൾ ഡിന്നറിനോട്ടുള്ള നമ്മുടെ കഫേയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ബീച്ചിൽ തന്നെയാണ് കഫേ ഉള്ളത്. സോ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഈ പോകുന്ന വഴി മൊത്തം ഉണ്ടല്ലോ ഇതുപോലെയാണ്, കുറേ കഫേസും പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ സൺസെറ്റ് കഫേ ഉണ്ട്. ഞങ്ങൾ അതും ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്നതാണ് പോവാമെന്ന് വെച്ചിട്ട്. ബട്ട് ഡ്യൂ ടു ലാക്ക് ഓഫ് ടൈം നമ്മളത് സ്കിപ്പ് ചെയ്തിരിക്കുന്നു. സോ ഫൈനലി വി ആർ ഹിയർ. ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്ത് എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്ന ഒരേ ഒരു കഫേ. ദിസ് ഈസ് ചെക്കേഴ്സ് ഷഫർ കഫേ. സോ ആംബിയൻസ് ഒക്കെ കൊള്ളാം കയറി ചെല്ലുമ്പോൾ. ഇപ്പോൾ നോക്കി രണ്ട് സൈഡിൽ ആക്ച്വലി ഒരു ഊഞ്ഞാലൊക്കെ ഇട്ടുണ്ട്. പക്ഷെ അവിടെ രണ്ട് ഊഞ്ഞാലും ആൾക്കാരാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഐ ഹോപ്പ് ഉള്ളിൽ എന്തെങ്കിലും സംതിങ് സിമിലർ ഈസ് ദെയർ. ബട്ട് ആക്ച്വലി കൊള്ളാം. ഈ സൈഡൊക്കെ രസമുണ്ട് കാണാൻ. ബട്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫിൽഡ് മാൻ. ഇരിക്കാനുള്ള സ്പേസ് എവിടെയെങ്കിലും കിട്ടുമോ? പീപ്പിൾ ആർ ലൈക്ക്, രണ്ട് പേരൊക്കെ വന്നിട്ട് ദേ ആർ സിറ്റിംഗ് ഇൻ ലൈക്ക് 4 or 6 പീപ്പിൾസ് സീറ്റ്. അങ്ങനെയൊക്കെ ഇരുന്നാൽ ഞങ്ങൾ എവിടെ ഇരിക്കും മിസ്റ്റർ, സോ വി ഗോട്ട് എ സീറ്റ്. ബട്ട് ഇറ്റ്സ് റിയലി ഇൻ ദ ബാക്ക്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബട്ട് whatever, കിട്ടിയത് വെച്ചിട്ട് ലെറ്റ്സ് ഹോപ്പ് അറ്റ്ലീസ്റ്റ് ദ ഫുഡ് ഈസ് ഗുഡ്. എൻ്റെ പൊന്നു, ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കട്ടി നോക്കി, സോ ബിഗ്. ദർ ആർ 3 dips. അതിൽ ദിസ് ഡിപ്പ് ഇസ് റിയലി ബാഡ് ആൻഡ് ദിസ് 2 ആർ ഓക്കെ. ആൻഡ് ഇത് ഓർഡർ ചെയ്തിട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഫ്രിക്കിംഗ് 45 minutesന് ശേഷമാണ് വി ഗോട്ട് ദ ഫുഡ്. ഇറ്റ്സ് നോട്ട് ഈവൻ വർത്ത് ഇറ്റ്. എന്താണ് നമ്മുടെ കഫേനെ പറ്റിയിട്ടുള്ള അഭിപ്രായം?
അങ്ങനെ വലിയ ഗുണമൊന്നും തോന്നിയില്ല. എക്സ്പെക്ട് ചെയ്ത അത്ര എനിക്കൊന്നും തോന്നിയില്ല. പ്രൈസും അത്യാവശ്യം ഹൈ ആണ്. ഐ തിങ്ക് അവിടെ വലിയ ഓപ്ഷൻസും ഇല്ല. മെയിനായിട്ട് പിസ്സ ഇല്ല. പാസ്ത ഉണ്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 400 rupees. പിന്നെ എന്താ ബിയർ ഐ തിങ്ക് ഇറ്റ്സ് നോർമൽ. 300. ഡ്രിങ്ക്സ് ഒക്കെ ഓൾമോസ്റ്റ് നോർമലാണ്. പക്ഷെ വർത്താണോന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. മേ ബി ലൈവ് മ്യൂസിക്കുള്ള ദ സർവീസ് വാസ് റിയലി ബാഡ്. ലൈക്ക് ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ട് വി ഹാഡ് ടു വെയിറ്റ് ഓൾമോസ്റ്റ് ലൈക്ക് 45 minutes വിച്ച് ഇസ് ലൈക്ക് അബ്സല്യൂട്ട്ലി റിയലി ബാഡ്. അല്ലാത്ത ചുമ്മാ ഇരിക്കാനാണെങ്കിൽ ഓക്കെ. ഐ തിങ്ക് ഫ്രണ്ട് സൈഡിലുള്ള ആംബിയൻസ് മാത്രം കൊള്ളായിരുന്നു. അതല്ലാതെ ഉള്ള ലൈക്ക് കാര്യമായിട്ട് അവിടെ ഒന്നും ഉള്ളതുപോലെ എനിക്ക് തോന്നിയില്ല. ബാക്കിയുള്ളതൊക്കെ ഭയങ്കര നോർമലായിട്ട് നമ്മുടെ ഒരു നാട്ടിലൊരു ചായക്കട അല്ലെങ്കിൽ അങ്ങനെയുള്ള പോയൊരു ടേബിളിലുള്ള സെറ്റപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സീരിയസ്ലി ഒരു ബജ്ജി ബോണ്ടിങ് കൂടെ തന്നു കഴിഞ്ഞാൽ അത് ആക്ച്വലി നമ്മുടെ ചായക്കട, ഐ തിങ്ക് ചായക്കട മച്ച് ബെറ്റർ. ബട്ട് യാ സ്റ്റിൽ ചുമ്മാ പോകണമെന്നുണ്ടായിരുന്നു. പോയി ഏകദേശം ഒരു തീരുമാനമായി. ഇനി അങ്ങോട്ട് പോകത്തില്ല. സോ ഓക്കെ ബൈ. ഹായ് ഹായ്. ഇനി ഒരു കുട്ടി ഷോപ്പിംഗ് ആവാം. സോ ഒരാൾക്ക് ഷർട്ട് എടുക്കണം എന്ന് പറഞ്ഞു. വി ഡിഡ്ന്റ് ബ്രിങ് ലോട്ട് ഓഫ് ക്ലോത്ത്സ് ബൈക്കിലായതുകൊണ്ട്. സോ നാളെ വെൻ വി ആർ ഗോയിങ് ഫോർ പാരഡൈസ് ബീച്ച് വി തോട്ട് എന്തേലും എടുക്കാമെന്ന് വിചാരിച്ചു. എത്രയാന്ന് നോക്കി? ஸ்லீவ்லெஸ்ஸா இருக்கு எல்லாமே. எல்லாமே ஸ்லீவ்லெஸ். कुछ टॉप्स नहीं है क्या? टॉप्स क्रॉप टॉप्स खत्म हो गए. तमिल पे खाना खाना किधर है? खाना खाना नहीं, चोर चोर. So for the dinner we reached Hotel Sri Durgamba. ആ പുള്ളിക്കാരൻ ക്യാമറ കണ്ടുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നു പാവം. പക്ഷേ ഇറ്റ്സ് ഓക്കെ. ചേട്ടാ അത്ര വലിയ വ്ളോഗറൊന്നുമല്ല ഞാൻ. ഐ എം ലൈക്ക് ബിഗിനർ ഗേൾ. നമ്മൾ മീൽസ് ഓർഡർ ചെയ്യാമെന്നാണ് പ്ലാൻ ഇട്ടത്. സോ ഹിയർ ഇറ്റ് ഈസ്. ഇറ്റ് ലുക്സ് ഓക്കെ. ഐ മീൻ ഇത് ഐ തിങ്ക് പ്രോപ്പർ കർണാടക ഫുഡാണെന്ന് തോന്നുന്നു, ലൈക്ക് ലോക്കൽ ഫുഡ്. Actually, the food was okay. I mean, nice ആയിരുന്നു. Like it was like nominal rate and proper authentic food. Far better than Checkers Checkers. So like എന്താ പറയുക, don't fall behind this Instagram reels and trend and all. ഒക്കെ വേസ്റ്റ് ആണ്. കാരണം അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ അവിടെ പോയത്. I didn't feel the service was really bad as well. Like ഞാൻ മുമ്പും പറഞ്ഞതുപോലെ. But this was like quite peaceful. മര്യാദയ്ക്ക് ഞങ്ങൾ നന്നായി കഴിച്ചായിരുന്നു without tearing up our pocket. So that's for now. Bye.